വെൽക്കം ടു ലൈവ്ലി മാഷപ്സ്. ഞാൻ ഡോക്ടർ ശ്രുതി പട്ടേൽ. മഴക്കാലമാണ്, കൊതുകുകൾ പെരുകുന്ന സമയമാണ്. കൊതുകിനെ മാക്സിമം അകറ്റി നിർത്താൻ വേണ്ടി നമ്മൾ എല്ലാവരും ശ്രമിക്കണം. വീടും പരിസരവും എല്ലാം നന്നായി വൃത്തിയായി സൂക്ഷിച്ചാൽ മാത്രമേ നമുക്കതിന് പറ്റുള്ളൂ. നമ്മുടെ വൈകുന്നേരങ്ങളിൽ വീട്ടിൽ കത്തിച്ച് വെക്കാൻ പറ്റുന്ന ഒരു ഹെർബൽ മോസ്കിറ്റോ കോയിലാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. വീട്ടിൽ കിട്ടുന്ന തുളസി, വേപ്പ് അതുപോലുള്ള കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നല്ലൊരു ഹെർബൽ മോസ്കിറ്റോ കോയിൽ ഉണ്ടാക്കാൻ പറ്റും. കെമിക്കൽസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് സേഫാണ്. എന്നാലും നമ്മുടെ വീടുകളിൽ ആസ്മ പേഷ്യൻസോ കുഞ്ഞു കുട്ടികളോ അല്ലെങ്കിൽ സ്മോക്ക് അലർജി ആയിട്ടുള്ള ആളുകളോ ഉണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇത് വേപ്പ്, നീം എന്ന് പറയും. ബൊട്ടാണിക്കൽ നെയിം അസാഡിറാക്റ്റ ഇൻഡിക്ക. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു സസ്യമാണ് ഇത്. ഇത് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഇത് നമ്മുടെ തുളസി. ഇത് വീടുകളിലുള്ളത് ഏറ്റവും നല്ലതാണ്. എന്തൊരു ബുദ്ധിമുട്ട്, പനി, ചുമ അല്ലെങ്കിൽ ചെറിയ പ്രാണികളെ കടിക്കുക, അങ്ങനെ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഈ ചെടി വീട്ടിലുണ്ടെങ്കിൽ നമുക്കൊരു ഒറ്റമൂലിയായിട്ട് ഉപയോഗിക്കാം. ഇത് നമ്മുടെ മഞ്ഞളാണ്, ടർമറിക്. നല്ല ശുദ്ധമായ മഞ്ഞൾപ്പൊടിയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇതുപോലത്തെ ഒരു കോട്ടൺ ക്ലോത്തും നമുക്ക് ആവശ്യമുണ്ട്. കോട്ടൺ ക്ലോത്താണ് ഏറ്റവും നല്ലത്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കോട്ടൺ ക്ലോത്ത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ 4ആയിട്ട് മുറിക്കുക. അതായത് ഒരു തിരി ഉണ്ടാക്കണം. അപ്പോൾ അതിന് അനുസരിച്ച് വീതിയിലും നീളത്തിലും ഇതുപോലെ മുറിച്ച് വെക്കണം. അടുത്തായി നമ്മൾ തുളസിയും നമ്മുടെ ഈ വേപ്പും എല്ലാം മിക്സിയിലിട്ട് നന്നായി അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിത് ഒരുപാട് ഉണ്ടാക്കി സൂക്ഷിച്ച് വെക്കാം കേട്ടോ. കുറച്ച് വെള്ളമൊന്നും ആഡ് ചെയ്യണേ, കാരണം നമുക്കൊരു പൾപ്പ് പോലുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. കുറച്ച് വെള്ളം ചേർക്കുക, നന്നായി അരച്ചെടുക്കാം. ഇതുപോലെ നന്നായി അരഞ്ഞിട്ട് വേണം എടുക്കാൻ. ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കണം. മഞ്ഞൾപ്പൊടി 2-3 സ്പൂൺ എത്ര വേണമെങ്കിലും ചേർക്കാം. നല്ല മഞ്ഞൾപ്പൊടിയാണ് ഏറ്റവും നല്ലത്. കടകളിലൊക്കെ വാങ്ങുന്ന മഞ്ഞൾപ്പൊടിയിൽ മായവും അതുപോലെ ഓരോ ഉണ്ടാകുമല്ലോ. അതുകൊണ്ട് നല്ല ശുദ്ധമായ മഞ്ഞൾപ്പൊടി കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ വേപ്പില്ലെങ്കിൽ വെറും തുളസി കൊണ്ട് നമുക്ക് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ നേരത്തെ മുറിച്ച് വെച്ച കോട്ടൺ ക്ലോത്തില്ലേ, അതെടുത്ത് ഈ പേസ്റ്റിലേക്ക് നന്നായിട്ട് മുക്കുക. അതായത് ആ തുണിയിൽ മൊത്തമായിട്ട് അത് സ്പ്രെഡ് ആവണം. നന്നായി മുക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ ഉണക്കിയെടുക്കണം. ഒരു ഇതുപോലുള്ള ട്രേയോ അല്ലെങ്കിൽ കുറച്ച് വലുതായിട്ടുള്ള പാത്രമോ അതിൽ ഇങ്ങനെ വിരിച്ചിടണം. നന്നായി വിരിച്ചിടണേ. ഇതുപോലെ ഒരാഴ്ചക്കുള്ളതൊക്കെ ഒരുമിച്ച് നമുക്ക് ചെയ്തെടുക്കാം. കാരണം ഇപ്പം മഴക്കാലമാണല്ലോ. അപ്പോൾ നമുക്ക് എപ്പോഴാണ് മഴ വരെ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം കുറച്ച് മഴയില്ലാത്ത കുറച്ചൊരു വെയിലുള്ളൊരു ദിവസം ഇത് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരാഴ്ചയൊക്കെ ഇത് ഉപയോഗിക്കാം. ഇതുപോലെ നന്നായി മുക്കിയെടുക്കുക. പണ്ട് പവർ കട്ടൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ വീട്ടിലൊക്കെ ഇതുപോലെ ചെയ്തിരുന്നു. അമ്മമ്മയൊക്കെ ഇതുപോലെ ചെയ്യുന്നു. അവിടെ കണ്ടു പഠിച്ചതാട്ടോ. ഇങ്ങനെ വെയിലത്ത് വെക്കുക. നല്ല വെയിൽ വേണമെന്നില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് ഉണക്കി കിട്ടിയാൽ മതി. ഇതാണ് ഉണങ്ങിയ അവസ്ഥ. അപ്പം ഇത് നമുക്ക് ബാക്കിയുള്ളത് നമുക്കൊരു ബോക്സിലായിട്ട് സൂക്ഷിച്ച് വെക്കാം, എടുത്തു വെക്കാം. നാളെയോ മറ്റന്നാളോ അടുത്ത ദിവസങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടി എടുത്തു വെക്കാം. ഇതുപോലെ നന്നായി ചുരുട്ടിയെടുക്കണം. ടൈറ്റായിട്ട് തന്നെ ചുരുട്ടിയെടുക്കാം. അടുത്തത് ഇത് വെക്കാനുള്ളൊരു സ്റ്റാൻഡ് കണ്ടുപിടിക്കലാണ് പണി. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് ബോട്ടിൽ, ഇതുപോലുള്ളൊരു ഗ്ലാസ് ബോട്ടിൽ എടുത്തു. അപ്പോൾ അത്യാവശ്യം അതിന് വെയിറ്റ് ഉള്ളത് കൊണ്ട് അത് വീണു പോകുമൊന്നുമില്ല. പ്ലാസ്റ്റിക് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ കത്തിച്ച് വെച്ച് ശ്രദ്ധിച്ചില്ലെങ്കിൽ പ്ലാസ്റ്റിക് അങ്ങ് കത്തിപ്പോവും. അപ്പോൾ ഗ്ലാസ് ബോട്ടിലാകുമ്പോൾ ആ ഒരു പേടിയില്ല. പിന്നെ ഇത് ഒരിക്കലും കുട്ടികളെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കരുത്. മുതിർന്ന ആളുകൾ മാത്രം ചെയ്യണം. അതുപോലെ കുഞ്ഞു കുട്ടികൾ, സ്മോക്ക് അലർജി ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ കത്തിച്ച് വെക്കുമ്പോൾ സൂക്ഷിക്കണം. വൈകുന്നേരങ്ങളിൽ ഇത് കത്തിച്ച് വെച്ച് കൊതുകുകളൊക്കെ പോയ ശേഷം മുറിയൊക്കെ അടയ്ക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. രാത്രി കത്തിച്ച് വെക്കരുത്. ഇത് കത്തിച്ച് വെച്ച് ഉറങ്ങരുത്. കാരണം ഇതിന് ചെറുങ്ങനെ തുണി കത്തുന്ന സമയത്ത് ചെറിയ കറുത്ത ഇതിങ്ങനെ ചിലപ്പോൾ കാറ്റൊക്കെ ഉണ്ടെങ്കിൽ പറന്നു പോകും. അത് എവിടെയെങ്കിലും വീണ് അപകടങ്ങളൊന്നും ഉണ്ടാക്കി വെക്കരുത്. അതുകൊണ്ട് ദയവ് ചെയ്ത് കുഞ്ഞു കുട്ടികളോ അങ്ങനെയുള്ളവരൊന്നും ചെയ്യരുത്. മുതിർന്ന ആളുകൾ മാത്രം ചെയ്യണം.
പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞല്ലോ, സ്മോക്ക് അലർജി ആയിട്ടുള്ളവർ ഉപയോഗിക്കുമ്പം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെർബൽ കൊതുക് തിരി. വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, കണ്ട് ഇഷ്ടപ്പെട്ട് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഒരുപാട് നല്ല വീഡിയോസ് കൊണ്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ്. സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി.